ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയോട് ചില ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേ എന്ന് മറ്റൊരു ബെഞ്ചിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടി അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഈ ചോദ്യം കോടതി ഉയർത്തിയത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കും. അതിനിടെ അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തണമെന്ന SIT ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഇതിന്റെ അന്വേഷണം, അതിന്റെ മേൽനോട്ടം, നിരീക്ഷണമൊക്കെ ദേവസ്വം ബെഞ്ചിൽ നിന്നാണ്. ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ SITയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളോ സംശയം രേഖപ്പെടുത്തുന്ന നിലയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിച്ച ബെഞ്ച്, അതുപോലെ അവധിക്കാല ബെഞ്ച് SITയോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനിടയിൽ തന്നെ അന്വേഷണം ഉന്നതരിലേക്ക് നീളുകയും ചെയ്യുന്നു. വിപിൻ സി വിജയൻ. റിജിത്ത്, ഇങ്ങനെയൊരു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഒരു മെല്ലെപ്പോക്ക് ഉണ്ട് എന്നുള്ളത് SITയെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ അവധിക്കാല ബെഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മെല്ലെപ്പോക്ക്, ഒരു തണുപ്പൻ മട്ട് പൊതുവെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വിമർശനം ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇന്ന് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ അവധിക്കാല ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ SITക്ക് കൂടുതൽ സമയം വേണം എന്നതിനൊപ്പം തന്നെ അതിൽ കൂടുതൽ ആളുകളുടെ എണ്ണം, ഉദ്യോഗസ്ഥരെ കൂടി വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. 2 CIമാരെയാണ് ഇപ്പോൾ അഡീഷണലായി ഈ SIT സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഇവർ 10 ആളുകളായിരിക്കും ഇനി മുതൽ ഈ കേസ് അന്വേഷിക്കുക. ഇത് കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, കേരളത്തിന് പുറത്തേക്ക് ഇതിന്റെ ഒരു വലിയ ശൃംഖല പോയിട്ടുണ്ട് എന്നുള്ളതും, ഒപ്പം തന്നെ ഈ സ്വർണം കണ്ടെടുക്കുന്ന അടുക്കളയിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതുമാണ് ഹൈക്കോടതിയിൽ SIT പറഞ്ഞിരിക്കുന്നത്. ജനുവരി 2ാം വാരത്തോടു കൂടി ഒരു SITയുടെ ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നുള്ളത് SIT അറിയിക്കുന്നതും അതിൽ 2 പേരെ കൂടി ഉൾപ്പെടുത്താൻ കോടതി അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പത്മകുമാറിനും ഗോവർദ്ധനും ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്ന് ജാമ്യം നൽകിയില്ല. അത് റെഗുലർ ആയിട്ടുള്ള ബെഞ്ച് വന്നതിന് ശേഷം, അതായത് അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം ജനുവരി 6-ന് പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിജിലൻസിന്റെ കോടതി ഈ ജാമ്യാപേക്ഷ നിരസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതിയിലെ പത്മകുമാർ ജാമ്യാപേക്ഷയുമായി വന്നിരിക്കുന്നത്. ഇതിലും ഇപ്പോൾ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല. ശരി, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.